ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് മീ എൻ ബി ഹിയർ. മാഗ്നേഷൻ ടിവിയുടെ താരപഥം എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓർമ്മചിത്രം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ സിനിമയുടെ പ്രൊഡ്യൂസറും ആക്ടർ നാസർ ലത്തീഫ് നമ്മളോട് ചേർന്നു. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദൈവം അനുഗ്രഹം. ഇങ്ങനെ പോകുന്നു. പുതിയ വിശേഷം ഒരു ഓർമ്മചിത്രമല്ലേ? ഓർമ്മചിത്രം തീർച്ചയായിട്ടും. എന്താണ് ശരിക്കും പറയാ ഒരു ഓർമ്മചിത്രം? അത് ഒരു വിന്റേജ് കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ടൈറ്റിലാണല്ലോ. അത് എന്താ തോന്നിയ ടൈറ്റിൽ കേട്ടപ്പോൾ? ഇല്ല, മൊത്തത്തിൽ ആ സിനിമ വിൻറ്റേജ് കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ പ്രസൻറ്റ് ഡേ പ്രോബ്ലംസും അതിനോടൊപ്പം തന്നെ ഒരു ഓൾഡ് ഏജ് എല്ലാം കൂടി ഉണ്ട്. ഓൾഡൻ ഡേയ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ ചേരുവ എന്ന് പറയില്ലേ. ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇദ്ദേഹം എന്നെ വന്ന് ആ കഥ കേൾപ്പിച്ചപ്പോൾ കഥ എനിക്ക് ഇഷ്ടമായി. അതിനുപരി എൻ്റെ കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണെങ്കിലും നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഇന്നും തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ കഥാപാത്രം ഹീറോയുടെ അച്ഛനാണ്, ഒരു നമ്പൂതിരിയാണ്. ഇദ്ദേഹം നന്മകൾ ചെയ്ത് ജീവിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുരന്തങ്ങളും അവസാനം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുമൊക്കെയാണ് ഈ ക്യാരക്ടറിന് ഉള്ള ഒരു സ്വഭാവം, ക്യാരക്ടറിൻ്റെ ഒരു. അപ്പോൾ അത് എനിക്ക് വളരെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന് ഇത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യാം എന്ന് ഏറ്റതും അത് ചെയ്തിട്ടുള്ള തൃപ്തി, അത്രയധികം മനസ്സുകൊണ്ട് തൃപ്തിയുണ്ട്. നന്നായിട്ടൊക്കെ എടുത്തേക്കുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും ഓഡിയൻസ് ഇഷ്ടപ്പെടും. അതിൻ്റെ സബ്ജക്റ്റും അതിൽ അഭിനയിച്ചിരിക്കുന്നവർ എല്ലാവരും അവരവരുടെ സ്ഥാനം നന്നായിട്ട് തന്നെ നിറവേറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സാമൂഹ്യ പ്രാധാന്യമുള്ള സബ്ജക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന് ഒരു മെസ്സേജ് ഉണ്ട്. ആ സിനിമയ്ക്കകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. പ്രൊഡ്യൂസറാണ്. അപ്പം ഒരു പടത്തിന്റെ കപ്പിത്താൻ എന്ന് പറയുമ്പോൾ ഡയറക്ടർ ആണെങ്കിൽ മറ്റൊരറ്റത്ത് കപ്പിത്താൻ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ ഇല്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോൾ എന്താണ് ഈ സബ്ജക്റ്റ് ചെയ്യണമെന്ന് തോന്നിക്കാനുള്ള ഒരു എലമെന്റ് എന്തായിരുന്നു? എന്നുവെച്ചാൽ ഇതിൻ്റെ കഥ രൂപപ്പെടുന്നത് തൊട്ട് ഞാനും അതിൽ ഇൻവോൾവ് ആണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ 1-2 പേര് കൂടിയാണ് ഇതിൻ്റെ കഥയും കഥാപശ്ചാത്തലവും എല്ലാം തീരുമാനിക്കുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് 2-3 വർഷമായി ഇതിൻ്റെ പ്രാരംഭ വർക്കുകൾ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളെ മനസ്സിലാകർഷിച്ച ഒരു കഥയും കഥാപശ്ചാത്തലവുമാണ്. അതുകൊണ്ട് നമ്മളത് മുന്നോട്ട് പോയി. പിന്നെ സിനിമയോട് ഭയങ്കര ഒരു പാഷനാണ്. ഒരു സിനിമ നമ്മുടേതായ ഒരു സിനിമ വേണമെന്നൊരാഗ്രഹം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പോയെന്നുള്ളൂ. ഞാൻ എൻ്റെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് സത്യം പറയാൻ ഫസ്റ്റ് ക്യാച്ചിങ് ആയത് അതിൻ്റെ ഡയറക്ടറുടെ പേര് കണ്ടപ്പോഴാണ്, ഒരു വഴിപോക്കൻ. എന്താണ് അങ്ങനെ ഒരു ഇത്? എന്ന് വെച്ചാൽ വഴിപോക്കൻ എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ സിനിമ, സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ എടുത്തേക്കണ ഒരു സിനിമ, അത്രേ ഉള്ളൂ. അതിൽ വല്ലാണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ, ആ സിനിമ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു വഴിപോക്കന്റെ ഒരു വ്യൂവിലാണ് ഓഡിയൻസ് 100% അന്വേഷിക്കും ഇതിനെക്കുറിച്ച്. ഇതാരാണ് ഇതിൻ്റെ ആളെന്ന് അന്വേഷിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പുറത്ത്. എനിക്ക് ഈ ഡയറക്ടർ എന്നുള്ള കക്ഷിയോട് വളരെയധികം ഉള്ളുകൊണ്ട് ബഹുമാനം തോന്നുകയാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ഇടയ്ക്കാണ് ഞാനത് കാണുന്നത്. അപ്പം എല്ലാ മനുഷ്യരും അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു ഡയറക്ടർ ആവാൻ എന്താ കാര്യം? അയാൾ അറിയപ്പെടണം, അയാളുടെ സിനിമയിലൂടെ അയാൾക്ക് അറിയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് വരുന്നത്. ഇത് ആദ്യമായിട്ടൊന്നും ഇതിനു മുമ്പ് ഒരു സംഭവം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ എ വെരി 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 ലോങ് ടൈം ഇങ്ങനെ ഒരു മനസ്സുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തൊരു സിനിമ അയാളുടെ പേരിൽ അറിയപ്പെടേണ്ട, വഴിപോക്കൻ എന്ന് അറിയപ്പെടട്ടെ, പിന്നെ ഞാനത് ഐ വിൽ കം, ഞാൻ മുമ്പിലുണ്ടാവും. അതൊരു യൂണിക് രീതിയാണ്. യൂണിക് രീതിയിലുപരി ഒരു വലിയ മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ തീരുമാനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊക്കെ സിനിമകൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സിനിമയിൽ എത്തിപ്പെടുക, അതിനുവേണ്ടി ആ ഒരു കഷ്ടപ്പാടുകൾ എല്ലാവരും ചെയ്യും. പക്ഷേ എങ്ങനെയും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേര് 10 പേര് അറിയണം, അല്ലെങ്കിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. ഞാൻ ഇത് കണ്ടപ്പോൾ എന്നെ പെട്ടെന്ന് ആകർഷിച്ചതായിരുന്നു. ഒരു വഴി പോക്കാൻ, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ എത്ര കഷ്ടപ്പെട്ടൊരു പടം ചെയ്തിട്ട് അതിനൊരു വലിയ മനസ്സ് വേണം. അതെനിക്ക് പറയാനുള്ളൂ. അതെ, അതൊക്കെ. അപ്പം ഇത്രയും സീനിയർ ആയിട്ടൊരു ആക്ടറാണ്. അപ്പം ഒരുപാട് കഥാപാത്രങ്ങളിലേക്ക് വന്നു പോയിട്ടുണ്ടാവും. അപ്പം എപ്പോഴെങ്കിലും അട്രാക്ട് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ മനസ്സിൽ പിടിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രം ഉണ്ടാവുമല്ലോ. ചേട്ടൻ ലൈഫ് ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? ക്യാരക്ടർ വൈസ് കുറേയധികം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു പടം നിർമ്മിച്ചു, ആഷിക്ക് വന്ന ദിവസം. ആ സിനിമയ്ക്കകത്ത് ചെയ്ത കഥാപാത്രം മാഷ് എന്നുള്ളൊരു കഥാപാത്രം എനിക്ക് കുറേയധികം ഇൻ്റർനാഷണൽ അവാർഡ് 4 ഇൻ്റർനാഷണൽ അവാർഡ്, പിന്നെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, സ്റ്റേറ്റ് നോമിനേഷൻ എല്ലാം കിട്ടിയതാണ്. അതാണ് എനിക്ക് മനസ്സിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് വളരെ ഒരു മനസ്സിന്
ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. കാര്യം വെച്ചാൽ ഇതിനകത്ത് കുറേ പെർഫോം ചെയ്യാൻ സെൻറ്റിമെൻറ്റ്സും എല്ലാം ചെയ്യാനുള്ള ഒരു നല്ല സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പം വളരെ സാമൂഹ്യ പ്രാധാന്യം, കുറച്ച് പൊളിറ്റിക്കൽ കണ്ടന്റുകളും ഉണ്ട്, നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വിധത്തിൽ കോൺട്രവേഴ്സി ആവാൻ ചാൻസസ് ഒന്നും കരുതുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡയറക്ടർ ഇങ്ങനെ വഴിപോക്കുന്നു നിൽക്കുന്നത്. എല്ലാം എനിക്കറിയില്ല. അല്ല, കോൺട്രവേഴ്സീസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം വെച്ചാൽ അതൊരു നല്ലൊരു കഥയ്ക്കൊപ്പം തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമത്തിനെ കുറിച്ച് പോലും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെ, അതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡയലോഗ് ഞാൻ നോക്കിയായിരുന്നു. അതായത് ഇപ്പം രാജ്യത്തെ കട്ടുമുടിക്കുന്നവർ രാജ്യസ്നേഹികളും അതിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നവർ രാജ്യദ്രോഹികളും. വളരെ സത്യമല്ലേ? തീർച്ചയായും. അപ്പം അതുപോലെ സത്യങ്ങൾ എത്ര സിനിമകൾ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം ഒരു സത്യം വെളിപ്പെടുത്തുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. പ്രൊഡ്യൂസറുടെ അപ്പം ഇങ്ങനത്തെ സബ്ജക്റ്റ് മുന്നിലേക്ക് വെക്കുമ്പോൾ ഇത് സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്, സമൂഹത്തിൽ എത്തിപ്പെടേണ്ട ഒരു അംഗീകരിക്കേണ്ട ഒരു കലാരൂപം തന്നെയാണ്. പക്ഷേ അതൊരു ബിസിനസ് കൂടിയാണ്. അപ്പം ഇങ്ങനത്തെ സബ്ജക്റ്റ് മുന്നിലേക്ക് വരുമ്പോൾ ഇതെനിക്ക് കച്ചവടം ആവുക, അപ്പോൾ എനിക്ക് അങ്ങനെ ടെൻഷൻ എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ ഒരു സിനിമയാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആഗ്രഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതങ്ങ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു എന്ന് വെച്ചാൽ മലയാളികളെല്ലാം സാധാരണക്കാരെല്ലാം കൂടുതലും സാധാരണക്കാരൻ ചെയ്തൊരു സിനിമ സാധാരണക്കാരുടെ ഇടയിട്ട് ചെല്ലുന്നു. സാധാരണക്കാർ രണ്ട് കൈ കൂട്ടി സ്വീകരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ കാര്യങ്ങളാണ് നമ്മളതിൽ പ്രതിപാദിച്ചേക്കണേ. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ വഴിയില്ല, അതിൽ വേറെ വഴിയില്ല. ഞാൻ ഈ വിഷയം ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു. നിങ്ങൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, ഇന്നത്തെ ഒരു കമേഴ്ഷ്യൽ നേച്ചറിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സിനിമ ഒരു പാഷനാണ്. അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും പാഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നു, അത് ഓഡിയൻസ് ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പം നാച്ചുറലി ഐ തിങ്ക് പീപ്പിൾ ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. ആൻഡ് നല്ല സിനിമകൾ അക്സെപ്റ്റ് ചെയ്താലേ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ, നല്ല പ്രൊഡ്യൂസറുകൾ വരുള്ളൂ. ഒരു കാര്യം കൂടി, നമ്മുടെ അലക്സ് പോൾ സാറാണ് ഇതിന് സംഗീതം ചെയ്തിരിക്കുന്നത്. മനോഹരമായ 3 പാട്ടുകളുണ്ട്. അതിലേറെ അതിൻ്റെ പാശ്ചാത്യ സംഗീതം RR. പ്രേക്ഷകന് ഇൻ്റർവെല്ലിന് ശേഷം ഉണ്ടല്ലോ ആലോചിക്കാൻ പോലും സമയം കിട്ടില്ല. ആ രീതിയിൽ ആ പടം പോണേ. സിനിമ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേക്ഷകൻ സീറ്റിൽ നിന്ന് എണീക്കാൻ മടിക്കും. ഇത് പിടിയിൽ തീർന്നല്ലോ എന്നുള്ളൊരു ചിന്ത വരും. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ എഴുന്നേറ്റ് പോകില്ല. ആ ഒരു ഫീലിലായിരിക്കും പടം നിൽക്കുന്നത്. പടം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. തീർച്ചയായും ഇതൊക്കെ പറയുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ചിലപ്പോൾ അമിത വിശ്വാസമായിരിക്കാം. നമുക്കൊരു കൺസെപ്റ്റ്. ഇപ്പം നമ്മളെല്ലാം സിനിമ കാണുന്ന ആൾക്കാരല്ല, സാധാരണക്കാരല്ല. ഞാനിപ്പോൾ സാധാരണ നമ്മൾ സിനിമാക്കാരനൊന്നുമല്ല. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലുപരി ഇതിൻ്റെ സംഗീതം എന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചിരുത്തും. അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. എന്ന് വെച്ചാൽ നമ്മളെ ക്ലാസ്മേറ്റൊക്കെ നമ്മൾ കണ്ടാലോ, ക്ലാസ്മേറ്റ് ചെയ്ത സംഗീത സംവിധാനമാണ് ഈ അലക്സ് പോൾ സാർ. പുള്ളി ഇന്ന് വരണ്ടായിരുന്നു. പക്ഷേ പുള്ളി ബോംബെയിലല്ല ഗോവയിലെന്തോ പരിപാടിയായിട്ട് പുള്ളി പോയിരിക്കുക. അതുകൊണ്ടാണ് പുള്ളി എത്താത്തത്. എങ്കിലും അതിൻ്റെ സംഗീതം, പാശ്ചാത്യ സംഗീതം എല്ലാം വളരെ മനോഹരമാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മളെ പിടിച്ചിരുത്തും. ഓഡിയൻസിനെ പിടിച്ചിരുത്തും. അത് ചെറിയ പിള്ളേരാകട്ടെ വലിയ പിള്ളേരാകട്ടെ ആരായാലും പിടിച്ചിരുത്തും. അതിനുള്ള ഉണ്ട് ഇതിൽ. നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡ്യൂസറിനെ ഇങ്ങനെ വിളിക്കാറുണ്ട്. ഞാൻ പൊതുവേ പക്ക സിനിമാക്കാരനല്ല, ഒരു ആക്ടറാണെങ്കിൽ പോലും. അതുകൊണ്ട് ഒരു സിനിമ ചെയ്തതിന് ശേഷവും ആ സിനിമയുടെ വേറെ ബോട്ട്സ്, അതിൻ്റെ ഫ്യൂച്ചർ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് സ്ഥിരമായിട്ട് ഒരു കണക്ഷൻ വെക്കാറുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുമ്പോഴൊക്കെ പറയും, ഇക്ക പടം നന്നായിട്ട് വരുന്നുണ്ട്, ചേട്ടാ നന്നായിട്ട് വരുന്നുണ്ട്, അതുകൂടാണ്ട് താങ്കളുടെ ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് താങ്കൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എനർജിയും ഒരു സന്തോഷവുമാണ്. അപ്പം ഇതുപോലത്തെ നല്ല നല്ല പ്രൊഡ്യൂസേഴ്സ് വരട്ടെന്നെ. ഇനിയും സിനിമകൾ ഉണ്ടാവട്ടെ. ഇതിനകത്ത് ഒരു കണ്ടിന്യൂറ്റിക്കുള്ള നല്ല ചാൻസ് ഉണ്ട്. സബ്ജക്റ്റ് നല്ലതാണ്. അഥവാ വിജയിച്ചാൽ, ദൈവം വിജയിച്ച് ഓഡിയൻസ് ഏറ്റെടുത്താൽ ഇതിന് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിൽ നിന്നും. അപ്പോൾ അതൊരു പുതിയ അറിവാണ്. എന്തായാലും അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ കണ്ടിന്യൂറ്റി വരുന്ന ചിത്രങ്ങളും മലയാളത്തിൽ കുറവാണ്. വരുന്നുണ്ട്, എല്ലാം ഈ അടിയിടി പടങ്ങളാണ്. പക്ഷെ നല്ല കഥകൾ പറയുന്ന ചിത്രങ്ങൾ വരുന്ന കുറവാണ്. അപ്പോൾ അതിനൊരു സ്റ്റാർട്ട് ആവട്ടെ ഇത് എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ചേട്ടൻ അഭിനയിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും, ഒരു ആക്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഇമോഷണൽ ആയിട്ടുണ്ടാവും, റൊമാൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് ഈ ജോണറിന് ട്രൈ ചെയ്യണം അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഉണ്ടോ?
എല്ലാം ചെയ്യണമെന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും. ഇപ്പം പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു പടം, ഒരു ഹിന്ദി പടമാണ്. അതിൻ്റെ പേര് കച്ച്വ എന്നാണ്, ടേർട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു അഥവാ ഈ ടൈറ്റിൽ റോള് ഞാനാണ് ചെയ്യുന്നത്. കച്ച്വ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കൂനുള്ള ഒരാളുടെ സ്റ്റോറിയാണ്. ഒരു മുസ്ലിം സബ്ജക്റ്റാണ്. ഇതിനകത്ത് സരീന വഹാബും ഗരിമ അഗർവാൾ ഇവരെല്ലാം ഉണ്ട്. അതിപ്പോൾ ഉപ്ലേ വെച്ച് ഷൂട്ടിംഗ് ഓഗസ്റ്റ് 30 തുടങ്ങിയാണ്. അപ്പോൾ ലാംഗ്വേജ് എനിക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, കുറച്ച് ലാംഗ്വേജസ് അറിയാം, ദൈവം അനുഗ്രഹിച്ച്. എത്ര ലാംഗ്വേജസ്? എനിക്ക് ഐ എം വെരി ഫ്ലുവൻറ്റ് വിത്ത് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി ആൻഡ് കച്ച് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്. കച്ച് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നില്ലേ, ആ കാഴ്ച, അതിനകത്ത് കുട്ടി സംസാരിക്കുന്നത്. അത് ഇറ്റ്സ് എ കൊളോക്കിയൽ ലാംഗ്വേജ്, അതിന് ലിപി ഇല്ല. അത് ഗുജറാത്തി സംസാരിക്കുന്ന ലാംഗ്വേജാണ്. അതിലും ഫ്ലുവൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ലാംഗ്വേജസ് അറിയാം. അപ്പോൾ ഈ ഒരു കഥാപാത്രം നന്നായി വരും ഇതിനോടൊപ്പം തന്നെ. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഇപ്പം ഈ 2025 വരുമ്പോൾ 50 വർഷം സിനിമ ഇൻഡസ്ട്രി തികയ്ക്കുകയാണ്. അപ്പം അത് എന്തെങ്കിലുമൊക്കെ പുതിയ എന്താ പറയുക അനുഭവങ്ങൾ തരും, പുതിയ ആഗ്രഹങ്ങൾ നമ്മുടെ പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യമായി മാറും എന്നുള്ള വിശ്വാസമുണ്ട്. അതിനോടൊപ്പം തന്നെ വേറൊരു പടം ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്ന ഡയറക്ടർ ജോസ് തോമസിൻ്റെ പടം സൂചന. നല്ല ക്യാരക്ടറാണ് ത്രൂ ഔട്ട്. ഞാനും മണികണ്ഠൻ ആചാര്യയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. എനിക്ക് നെടുമുടി വേണം ചേട്ടൻ ചെയ്യാൻ ഇരിക്കേണ്ട ഒരു ക്യാരക്ടറായിരുന്നു അത്. ഒരു 75 വയസ്സായ ഒരു പ്രായം ചെന്ന ഒരു നാട്ടിലെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മനുഷ്യൻ്റെ ഒരു കഥാപാത്രമാണ്. അതും ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അവാർഡ്സിനൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ അല്ലേ. ആഗ്രഹങ്ങൾ എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ. ആ സ്വപ്നങ്ങളുണ്ട് മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അത് പൂർത്തീകരിക്കാനുള്ള സന്ദർഭവും സാഹചര്യവും ദൈവം തമ്പുരാൻ തരണം. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. തീർച്ചയായും നമ്മുടെ സ്വപ്നങ്ങളാണല്ലോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗമല്ലേ. അതെ.